ഹായ് ഹലോ അസ്സലാമു അലൈക്കും. 2-3-4 ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് ഞാൻ 3 ദിവസം വീഡിയോ ഇടാത്തത് എന്താ ചോദിച്ചാൽ പീരിയഡ്സിൻ്റെ വേദന 3 ദിവസം ഉണ്ടാവും. അത് എല്ലാ മാസവും ഇതേപോലെ തന്നെ 3 ദിവസം ഉണ്ടാവും. ആ 3 ദിവസം കുട്ടികളെ നോക്കാനും വയ്യ, വീട്ടിലത്തെ പണിയെടുക്കാനും വയ്യ, ഒന്നിനും വയ്യാത്ത ദിവസങ്ങളായിരിക്കും. ഒരുപാട് ഡോക്ടറെ കാണിച്ചിട്ടും സ്കാൻ ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇതിന് ശരിക്കും ഒരു മരുന്ന് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എല്ലാ ഡോക്ടേഴ്സും മെഫ്റ്റാൾ അറിയണ ആ ഗുളികയാണ് എഴുതൽ. ആ ഗുളിക കഴിച്ചാൽ വേദനക്ക് ചെറിയൊരു മാറ്റം മാത്രമേ ഉണ്ടാവുക, എന്നാലും നല്ല വേദന ഉണ്ടാവും. ഇപ്രാവശ്യം ആ ഗുളിക വാങ്ങാതെ നിന്ന് നോക്കിയതാണ്, എങ്ങനെ ഉണ്ടാവും വേദന എന്ന് നോക്കിയതാണ്. പക്ഷെ ഭയങ്കര പെയിനായിരുന്നു. ഇന്നാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട്. വീട്ടിലത്തെ പണികളൊക്കെ വേഗം തീർത്തിട്ട് ഒന്ന് കിടക്കണം. ഈ 3 ദിവസം ഞാൻ ഫുഡൊന്നും കഴിക്കലില്ല, അതുകൊണ്ട് ശരീരം നല്ല പോലെ ക്ഷീണിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ ചായക്ക് കടിയായിട്ട് അപ്പം ചെറുപയർ കറിയാണ് കേട്ടോ ഉണ്ടാക്കണത്. വയ്യാത്ത ദിവസങ്ങളിലും നേരം വൈകണ ദിവസങ്ങളും എങ്ങോട്ടേലും പോകാനുണ്ടെങ്കിലൊക്കെ ഞാൻ ഈ അപ്പാണ് ഉണ്ടാക്കൽ. ഇതാവുമ്പോൾ കുട്ടികളും കഴിക്കും. സിമ്പിളായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. അങ്ങനെ ചായയും കടിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ഞാൻ അജുവിനുള്ള ചായ കൊടുത്ത് ഓനെന്നും ഞാൻ മദ്രസക്ക് കൊണ്ടാക്കലാണ്. ഇന്ന് എനിക്ക് അതിനൊന്നും വയ്ക്കായിട്ട് ഓനെന്നെ ഒറ്റക്ക് പോയി. പിന്നെ വേഗം അടുപ്പൊക്കെ ഒന്ന് കത്തിക്കാമെന്ന് കരുതിയതാണ്. പക്ഷെ അടുപ്പ് തീരെ കത്തണില്ല. 3 ദിവസം ഞാൻ അടുപ്പ് കത്തിച്ചിട്ടില്ലായിരുന്നു. ഇന്ന് അടുപ്പത്ത് കലം വെക്കുമ്പോഴേക്ക് തീ കെട്ട് പുകയാണ്. അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ അടുപ്പൊന്ന് കത്തി കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ചായയൊക്കെ കുടിച്ചു. ഐശുട്ടിക്കും ലുലു കൊടുത്തിട്ടുണ്ട്. ലുലു മദ്രസൊക്കെ വിട്ട് വന്നിട്ട് ഐശുട്ടി ലുലു അവിടെ ചായ കുടിക്കുന്നുണ്ട്. ചായയുടെ കഴിഞ്ഞപ്പോഴേക്ക് വെള്ളം തന്നെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അധികം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ രാവിലെ കറി വെച്ചിട്ട് ആരും കൂട്ടിയിട്ടില്ല. അതുകൊണ്ട് ഒരു മത്തനുണ്ടായിരുന്നു, അത് ഞാൻ ഈ കുക്കറിലൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് ഈ ചെറുപയർ ഇട്ടിട്ട് ഒന്ന് തേങ്ങയും പച്ചമുളകും നല്ല ജീരകമൊക്കെ ഒന്ന് ചതച്ചിടാമെന്ന് കരുതിയിരിക്കണ്. ഇങ്ങനത്തെ കറിയൊക്കെ ലുലുവിന് ഇഷ്ടമാണ്, അതുകൊണ്ട് ചെറുപയറും തന്നെ വയറ്റിക്കെത്തിക്കോളും. പിന്നെ മുട്ടയും കൊണ്ട് ഞാൻ വേറൊരു ഐറ്റം അതിന് കരുതിയിരുന്നത്, പക്ഷെ അതായില്ല. മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോയി. മുട്ട പൊരിച്ചു കൊടുത്താൽ കഴിക്കൂല എന്ന് കരുതിയിട്ട് വേറൊരു സംഭവം കരുതിയിരുന്നു, പക്ഷെ ഇങ്ങനെ ആയിപ്പോയി. എന്തായാലും ഇപ്പം ഉണ്ടാക്കിയതല്ലേ. അങ്ങനെ ചോറ് ഇവിടെ ആയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ മക്കൾക്ക് ഞാൻ ചോറൊക്കെ പാത്രത്തിലൊക്കെ ആക്കി കൊടുക്കുകയാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.